നമസ്കാരം. റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ ഇരു രാജ്യങ്ങളിൽ നിന്നുമുള്ള പൗരന്മാർക്ക് വിസ കാലാവധി നീട്ടി നൽകിയിരുന്നു ശ്രീലങ്ക. എന്നാൽ ഇപ്പോൾ ആ നടപടി ശ്രീലങ്ക റദ്ദ് ചെയ്തിരിക്കുകയാണ്. വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ശ്രീലങ്ക വിനോദസഞ്ചാര മേഖലയ്ക്ക് ഒരു ഉണർവാകും എന്ന നിലയിലാണ് റഷ്യയിൽ നിന്നും യുക്രൈനിൽ നിന്നുമുള്ള വിനോദസഞ്ചാരികൾക്ക് വിസ കാലാവധി നീട്ടി നൽകിയത്. പക്ഷേ രാജ്യത്തേക്ക് അഭയം തേടിയെത്തിയ വിദേശികളാവട്ടെ ശ്രീലങ്കയുടെ തെക്കൻ മേഖലയിൽ അടക്കം ചെറുകിട കച്ചവടങ്ങൾ ആരംഭിക്കുകയും അത്തരം സ്ഥാപനങ്ങളിലേക്ക് ശ്രീലങ്കക്കാരെ അടുപ്പിക്കാതിരിക്കുകയും ചെയ്തതോടുകൂടിയാണ് ഇപ്പോൾ ഈ നടപടി ശ്രീലങ്കയ്ക്ക് സ്വീകരിക്കേണ്ടി വന്നിരിക്കുന്നത്. ഇതിനെതിരെ നിരവധി പരാതികളും രാജ്യത്ത് ഉയർന്നു വന്നിരുന്നു. എന്തായാലും ഇപ്പോൾ ശ്രീലങ്ക പറയുന്നത് വിസ കാലാവധി അവസാനിച്ചവർ 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ രാജ്യം വിടണം എന്നാണ്. ഫെബ്രുവരി 23 മുതലായിരുന്നു തീരുമാനം പ്രാവർത്തികമായിട്ടുള്ളത്. ദീർഘകാലത്തേക്ക് ശ്രീലങ്കയിൽ തങ്ങിയിരുന്ന യുക്രൈനിൽ നിന്നും റഷ്യയിൽ നിന്നുമുള്ള വിനോദസഞ്ചാരികൾ റെസ്റ്റോറന്റുകൾ, നൈറ്റ് ക്ലബ്ബുകൾ എന്നിവ ആരംഭിക്കുകയും ഇവയിൽ വിദേശ പൗരന്മാർക്ക് ജോലി നൽകുകയും തദ്ദേശീയമായ സാമ്പത്തിക വ്യവസ്ഥയെ ബൈപ്പാസ് ചെയ്യുകയും ചെയ്തതിന് പിന്നാലെയാണ് ഈ കർശന നടപടി ശ്രീലങ്കയ്ക്ക് സ്വീകരിക്കേണ്ടി വന്നത് എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ചില റഷ്യൻ സ്വദേശികളാവട്ടെ അനധികൃത ബിസിനസ്സുകൾ ആരംഭിച്ചതായുള്ള സൂചന കൂടിയുണ്ട്. വലിയ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നതിനിടയിൽ അതിൽ നിന്നും രക്ഷ നേടാൻ മാത്രമായിരുന്നു ശ്രീലങ്ക ഇത്തരത്തിലുള്ള ഒരു തീരുമാനമെടുത്തത്. പക്ഷേ ഇത് റഷ്യയിൽ നിന്നും യുക്രൈനിൽ നിന്നും എത്തിയ വിനോദസഞ്ചാരികൾ മുതലെടുത്തു എന്ന് തന്നെ വേണം പറയാൻ. ഇവരുടെ ഈ പ്രവൃത്തി, അതായത് ചെറുകിട കച്ചവട സംരംഭങ്ങൾ തുടങ്ങുക വഴി തദ്ദേശീയരായ ആളുകൾക്ക് അവരുടെ ഉപജീവന മാർഗം മുടങ്ങുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. എന്തായാലും ശ്രീലങ്ക നിലവിലെടുത്തിരിക്കുന്നത് വളരെ ബോൾഡായ ഒരു തീരുമാനമാണ് എന്നുകൂടി പറയേണ്ടി വരും. നിലവിൽ ശ്രീലങ്ക അവർക്കുണ്ടായിരുന്ന സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നൊക്കെ കരകയറിക്കൊണ്ടിരിക്കുകയാണ്. വിനോദസഞ്ചാര മേഖലയിൽ തന്നെയാണ് ശ്രീലങ്ക ഇപ്പോൾ കൂടുതൽ പ്രാധാന്യം നൽകി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.